മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടോ? ആ മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? പഠിക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ച് പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണവാർത്ത പരക്കുകയാണ്. നിന്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടി വരികയാ, ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ, നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നിന്റെ കുടുംബക്കാര് നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാ. അവര് നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ. പെങ്ങളെ, സ്വർണ്ണമൊക്കെ ഊരിയെടുത്ത് മോളെ, വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പെങ്ങള്, നജസ്സുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറുപ്പക്കാരാ. നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു. അതാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു. എന്നിട്ട് നിന്നെ ഉതുപെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. റബ്ബേ, എന്നിട്ട് നിന്നെ വെള്ള തുണിക്കകത്ത് പൊതിയുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ്. വീട്ടിൽ വല്ലാത്ത തിരക്കാണ്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ്. 6 പേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ കൊണ്ടുവരികയാ. നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വീടിന്റെ കത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. അല്ലാഹുവേ, എന്തൊരു ജനമാണെന്നറിയോ? ഈ രംഗം ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന രംഗമാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ. പരാതിയില്ലടോ, എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല. നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിയും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല. അന്നൊരാൾക്കും പരാതിയില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന്. എല്ലാവരും ഉസ്താദന്മാര് വന്നു, കമ്മിറ്റിക്കാര് വന്നു, കാരണവന്മാര് വന്നു, കുടുംബക്കാര് മുഴുവനും വന്നു, നാട്ടുകാര് മുഴുവനും വന്നു, കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ. നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ ഉമ്മ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണണ്ടവരൊക്കെ കണ്ടോ. പടച്ചവനെ നമ്മുടെ വീട്ടിൽ പറയുകയാണ്, സാക്കിർ ഉസ്താദിനെ കാണണ്ടവരൊക്കെ കണ്ടോ, എന്നെയും നിങ്ങളെയും കാണണ്ടവരൊക്കെ കണ്ടോളാം വിളിച്ചു പറയുകയാണ്. അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയപ്പോ ആ തലയുടെ ഭാഗത്തിരുന്ന് ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയാർ, കണ്ടതൊക്കെ മതി പുതിയാർ. സുബ്ഹാനല്ലാഹ്. ആ പൊതിയങ്ങ് പൊതിഞ്ഞ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പെടാ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ എല്ലാവരും കരയുന്ന രംഗമാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയമുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം കൊണ്ടുവെക്കുന്ന രംഗമുണ്ടോ. എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത്. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും, ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും. പടച്ചവനെ, അതാ മോഡലിന് വ്യത്യാസമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല്, ഫാഷനൊന്നും മാറുന്നില്ലടോ. ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, പെറ്റിയില്ല, ഫ്രീ സർവീസാ സഹോദരാ. മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. അപ്പോഴാണ് മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പടാ, വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എന്നെ ഒന്ന് ഖബറടക്കാ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ. നിങ്ങൾ ഈ വീടിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകാനാ. മക്കളെ, വാപ്പാര ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. മക്കളെ, ഉമ്മാര ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് ഖബറടക്കണേ എന്ന് ആ ഖബർ വിളിച്ച് പറയുമെന്ന് നബി, ആ മൈദനാസ വിളിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്ക് എന്ന് ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, മോശമായ ജനാസ വിളിച്ചു പറയുന്നു, എവിടെ കൊണ്ടുപോകുവാ? എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം അവര് പറയും, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്ക്, നിങ്ങളൊന്ന് ധൃതി കാണിക്ക് എന്ന് ജനാസ വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കപ്പറ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനാസ പറയുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോയി ഖബറടക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പറയുന്ന, എടാ ഞാൻ സ്വർഗം കണ്ടിട്ട് മരിച്ചു കിടക്ക, എന്നെ ഒന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിടടാ. വാപ്പ ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, വാപ്പ അവിടെ കിടക്ക്. ഉമ്മ, നിങ്ങൾ സ്വർഗത്തിൽ പോകണ്ട, അവിടെ കിടക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, അവൻ 5 മണിക്ക് വരും, അവിടെ കിടക്കാൻ പോണ്ടാന്ന്. അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പെടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്താ പറയണേ?
ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാടോ. സ്വന്തം വാപ്പ ഈമാനോടുകൂടി മരിച്ച് സ്വർഗം കണ്ടിട്ട് മരിച്ചടക്ക. വാപ്പ പറയുന്നു എന്നെ സ്വർഗത്തിൽ വിടടാ, അവിടെ കിടക്ക് വാപ്പ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇനി അവൻ വരണം, അവൻ 5 മണിക്ക് വരും, നമുക്ക് 7 മണിക്ക് കൊണ്ടടക്കാം. ഇങ്ങനെ വെച്ച് മയ്യത്തിങ് വെച്ചിട്ടിങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം. ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു. അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക. മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അൽഹംദുലില്ലാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണം, സെൽഫിയൊക്കെ എടുക്കണം. എൻ്റെ കാലം അങ്ങനെ ആയിപ്പോയി. 5 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണം. അതുകൊണ്ട് ചോദിച്ചാൽ മരണം പറയുമ്പോൾ നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണ്, ഒരു പ്രതികരണവും ഇല്ല. മടുത്ത 4 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റി വെക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ 4 കാര്യങ്ങളിൽ ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിക്കണം. അത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ നടക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിക്ക് ബാങ്ക് വിളിച്ചു, ഒന്ന് ഉണർന്നു, ആ ബാങ്ക് വിളിച്ചു, 1/2 മണിക്കൂറുണ്ടല്ലോ ഇഖാമത്ത് കൊടുക്കാൻ, ഒന്നുകൂടെ കണ്ണടച്ചേക്കാം. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിസ്കരിക്കണം. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വീട്ടിലാരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് വലിയ മയ്യത്താണെങ്കിലും, എത്ര വലിയ മാപ്പയാണോ ഉമ്മയാണോ ആരുമാകട്ടെ, ആ ജനാസ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ദുർഗന്ധമാകും. പിന്നെ അവസാനം പറയും ഇതെവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ പറയും. അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത വഖത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വഖത്ത്, അതാണ് ഏറ്റവും കൂടുതൽ സമയം. എത്ര പെട്ടെന്ന് കൊണ്ട് കബറടക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 3 സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം കൊടുത്തോണം. സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയാ, അൽഹംദുലില്ലാ ഒരു 25,000 രൂപ കൊടുക്കണം, നിയ്യത്ത് ചെയ്തു. വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞേടി ഞാനൊരു 25,000 കൊടുക്കാമെന്ന് വിചാരിച്ചു. അള്ളാഹുവേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ? സ്കൂൾ തുറക്കാറായില്ലേ, ആകെ പ്രയാസമല്ലേ? ഭാര്യ അത് വെട്ടും, പകുതിയാക്കും. അവസാനം ഒരു 5,000 രൂപയെങ്കിലും കൊടുത്താലായി. ഇവിടെ സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം തന്നെ കൊടുക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം. 4ാമത്തെ കാര്യം എന്താ? ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റേ, ഉറങ്ങണ മാതാപിതാക്കളൊന്ന് എഴുന്നേറ്റേ. എഴുന്നേക്കാനല്ല, ഒന്ന് ഉണർന്നോ, ഈ പറയണ കാര്യമൊന്ന് കേൾക്കാനാ. 4ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ? എടാ, മക്കള് 18ആയി, 20ആയി, 25ആയി, 28ആയി, 30ആയി, കെട്ടിച്ചു വിടുവോ? ഇവനിങ്ങനെ ബസ് സ്റ്റോപ്പും സ്കൂളിൻ്റെ ഫ്രണ്ടും കറങ്ങുന്നുണ്ട്. വീട്ടിൽ മിസ് കോളുകളൊക്കെ വന്നു തുടങ്ങി. മോള് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. പതിവില്ലാതെ മകൾ ഒരുങ്ങി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഉമ്മ മനസ്സിലാകണം, കാല് പൊക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാവുക. നീ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. എടാ, ഒരു പെണ്ണ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? അപ്പുറത്ത് ആരോ കാണാനുണ്ട്, അതുകൊണ്ടാണ് ഇടുന്നേ. ആരോ കാണാനുണ്ട്. അല്ലാതെ ഇപ്പം സിറാജുദ്ദീൻ കാസിമി എന്നും അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ സിറാജ് എന്തിനാ ഇടുന്നേ? ഇത് കാണാൻ വേറെ ആരോ ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മോൾ അമിതമായിട്ട് ഒരുങ്ങുന്നു, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, രാത്രി പുതപ്പിനടിയിൽ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുന്നു. നീ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. 24ആയി, 25ആയി, പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, അവസാനം നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചെറുപ്പക്കാർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുസ്താദ ഇതെൻ്റെ വാപ്പാടുത്തൊന്ന് പറ. നിങ്ങൾ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പറ്റുമോ എന്നെ കെട്ടിച്ചുവിടെ, എന്നെ കെട്ടിച്ചുവിടുന്ന. ചില തള്ളമാരങ്ങനാടോ, മക്കൾക്ക് പ്രായമായാലും കെട്ടിച്ചുവിടത്തില്ല. പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിച്ച് ജോലിയായിട്ട് കെട്ടിയാൽ മതി. അവസാനം കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാനാ. ഇത് നല്ല മയ്യത്ത്. മോശമായ മയ്യത്തോ, ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ പറമ്പിൽ റോഡ് സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന മൃഗം കടന്ന് ചാടാറുണ്ട്. ചില മൃഗങ്ങൾ കടന്ന് ചാടാറുണ്ട്. എന്തുകൊണ്ടാ ചാടുന്നേ? ഈ ജനാസ കടന്ന് നിലവിളിക്കുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, നിങ്ങൾ എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നേ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്നെ കബറടക്കല്ലേ എന്ന് ജനാസ വിളിച്ചു പറയുകയാ. അതുകൊണ്ട് മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? ആ നല്ല മയ്യത്ത് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണേ, എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് കബറടക്കണേ എന്നാ മയ്യത്ത് ആഗ്രഹിക്കുകയാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, ജനാസ കൊണ്ടുപോവുകയാ. ജനാസ ഖബർ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറുംകാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ചെറുപ്പക്കാരാ, മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാ. ആ സമയത്തൊരു ശബ്ദം കേൾക്കും, മോനെ, പടച്ചവനെ, ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ അതാ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബറവനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. പെങ്ങളെ, നിനക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടടോ, ഖബറിന് നാവുണ്ടടോ. എല്ലാ മനുഷ്യരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, എന്റെ ബാപ്പയോട് പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ഖബറിന് നാവുണ്ട്, ആ ഖബർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലരും അത് കേൾക്കാറില്ല. അത് നമ്മുടെ പോരായ്മയാണ്. ഖബർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പിഴവാടോ. ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖബറിന്റെ സംസാരം കേൾക്കുന്നത് എപ്പോഴെന്നറിയുമോ? സഹോദരാ, ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. ഒരുപാട് പേരോട് ഖബർ സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കൂടെ വന്നവര് പറഞ്ഞു, തങ്ങളെ, ഖബറടക്കി കഴിഞ്ഞല്ലോ, മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബർ കുടിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, എന്നെ ആരും ശല്യം ചെയ്യരുത്, എല്ലാവരും പോകണേ, എല്ലാവരും പോകണേ. എന്നിട്ട് ആരാരുമില്ലാതെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാണ്. സംസാരിക്കുന്നില്ലടോ, ഒന്നും മിണ്ടാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇങ്ങനെ കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് മിണ്ടാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ, അങ്ങനെ കരയണമെന്നാണല്ലോ, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകര.
ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് സമയമായിരുന്ന് കരയുകയാണല്ലോ, എന്തേ എന്നോടൊന്നും നിനക്ക് ചോദിക്കാറില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിനോട് ചോദിക്കുന്നു, എങ്ങനെയാ ഒരു ജനാസ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് നീ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുന്നു, മസഖ്തുൽ കുഫാർ വസദഖതൽ മുഖലതൈൻ വഅഖൽതുൽ ലഹുമാ. ഖബർ പറയുകയാണ്, ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിടഞ്ഞ് താഴെ വീണടോ. ഒരു മയ്യത്തിനോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്ന് ഖബർ പറയാൻ തുടങ്ങുമ്പോഴേ ചെവി പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് താഴെ വീഴുകയാണ്. പറയല്ലേ. ഖബറിന്റെ മുകളിലേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണുനീര് വീഴുകയാണ്. ചെറിയ കുട്ടികളെ പോലെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബ്ലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ചു. അതാ പിടിമണ്ണ് വാരി വെച്ചു, പലക നിരത്തുകയാണ്. എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ആ ഖബറിനകത്ത് കിടക്കുന്ന ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? രണ്ടാമത്തെ ആഗ്രഹം എന്താ? അവൻ ആഗ്രഹിക്കുന്നു, അവൻ ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ, എന്റെ കുടുംബക്കാരോട് ചെന്നിട്ട് അല്ലാഹു എനിക്ക് ഖബറിനകത്ത് നൽകിയ ഈ പ്രതിഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മയ്യത്ത് കൊതിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജനാസ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവേ, രണ്ട് മലക്കുകൾ പതാമുഖം പ്രകാശിക്കുന്ന രീതിയിൽ അല്ലാഹ് ഖബറിനകത്ത് ഇറങ്ങി വന്നിട്ട് മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ആ മലക്കുകൾ അവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ട് പടച്ചവനെ അവന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറക്കുകയാ. കണ്ണെത്താ ദൂരം ഖബർ വിശാലമാവുകയാ. സ്വർണത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാ. കാലിന്റെ ഭാഗത്ത് സ്വർഗം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. എന്നിട്ട് ആ മയ്യത്തിനോട് പറയുകയാണ്, ലം കനൗമത്തിൽ ഖിയാമത്ത് നാട് വരെ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ നീ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ആ മയ്യത്തിനോട് പറയുകയാണ്. ആ ഖബറിനകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് എന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ മക്കളോടൊന്ന് പോയി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് മയ്യത്ത് കൊതിച്ചു പോവുകയാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ, മരിച്ചുപോയ വാപ്പയെ ഞാൻ സ്വപ്നം കണ്ട് ഉസ്താദ്, ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന എന്റെ വാപ്പയെ കണ്ടു, സന്തോഷത്തോടെ നടക്കുന്ന ഉമ്മയെ കണ്ടു.
സഹോദരാ, മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹമാണ് എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലത്തെ കുറിച്ച് എനിക്ക് എന്റെ കുടുംബക്കാരോടൊന്ന് പറയാൻ പറ്റിയിരുന്നതെങ്കിൽ നിസ്കരിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, നോമ്പ് പിടിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, സദക്ക കൊടുത്തതിന് പടച്ച റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്. മക്കളെ, ഇരുട്ടുള്ള ഖബറിന്റെ അകത്ത് വല്ലാത്ത വെളിച്ചമാ. ഈ വെളിച്ചം കിട്ടിയത് ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചല്ലോ, പാവങ്ങളെ സഹായിച്ചല്ലോ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് കൊടുത്തല്ലോ, മദ്രസയുടെ പണിയാണെന്നറിഞ്ഞപ്പോ അല്ലാഹു എനിക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം ഞാൻ കൊടുത്തല്ലോ. ഇന്ന് ഖബറിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, ഖബറിനകത്ത് ആ നന്മകൾ മുഴുവനും എനിക്ക് കൂട്ടായിട്ടുണ്ട്. എന്റെ ഖബറിന് വല്ലാത്ത വിശാലതയാ, എന്റെ ഖബറിനകത്ത് വല്ലാത്ത വെളിച്ചമാ. എന്റെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സ്വർഗമിങ്ങനെ തുറന്നു കാണിക്കുകയാ. ഇതൊക്കെ കുടുംബക്കാരോട് ചെന്ന് പറയാൻ ആ മയ്യത്ത് കൊതിക്കുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 6 അടി മണ്ണിന്റെ അകത്ത് പ്രയോജനമുണ്ടാകാൻ, 6 അടി മണ്ണിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ചെയ്യാൻ കഴിയണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരി കൂട്ടുകയാണ്. പടച്ചവനെ, 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ, എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും പിന്നെയും വാരി കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. പെങ്ങളെ, മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പടച്ചവനെ, നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ തങ്ങളുടെ മരണമെടുക്കുകയാ. അബൂദർ തങ്ങളുടെ മരണമെടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാന വെറുക്കല്ലേ, ഉപ്പാന വെറുക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. വെക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ. മക്കള്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്. എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടൂല. അല്ലാഹു
അല്ലാഹു നിങ്ങളെ കൈവിടൂല. അബൂദർ തങ്ങൾ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ ഭാര്യയിരുന്ന് കരയുകയാ, ഭാര്യയിരുന്ന് കരയുകയാ. അബൂദർ തങ്ങൾ ചോദിക്കുന്നു, പെണ്ണേ എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് ഭാര്യ പറയുന്നു, തങ്ങളെ നിങ്ങൾ മരിച്ചാൽ ആരാ മയ്യത്ത് കുളിപ്പിക്കുന്നത്, നിങ്ങൾ മരിച്ചാൽ ആരാണ് കഫം പൊതിയുന്നത്, നിങ്ങൾ മരിച്ചാൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്, നിങ്ങളെ കബറടക്കാൻ ആരാ വരുന്നത്? ഈ സങ്കടം കൊണ്ട് കരയുകയാ. അബൂദർ തങ്ങളുടെ ഭാര്യയിരുന്ന് കരയുകയാണ്. ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ഒരാളുമില്ലല്ലോ. ആരാ ഖബർ കുടിച്ച് ഖബറടക്കുന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല. പടച്ചവനെ എന്താണ് ആ രംഗമൂർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ സങ്കടപ്പെടണ്ട, എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കും, ആര് നിസ്കരിക്കും, ആര് ഖബർ കുടിക്കും, ആര് ഖബറടക്കും എന്ന വിഷയത്തിൽ നീ സങ്കടപ്പെടണ്ട. അബൂദർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ ജനാസ പൊതിഞ്ഞുകൊണ്ട് വഴിയോരത്ത് കൊണ്ടുവെക്കണേ. അബൂദർ എന്ന് പറയുന്ന പിതാവ് തന്റെ ഭാര്യയോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. 3 പെൺമക്കളാ ബാപ്പാ. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അവരോട് മാറി നിന്നിട്ട് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ കഫം പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ വിളിച്ചു പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. വാപ്പ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ വാപ്പയുടെ മയ്യത്തെടുത്തുകൊണ്ട് വഴിയോരത്ത് വെക്കുകയാണ്. അതാ നോക്കി നിൽക്കുകയാണ്. പെങ്ങളെ വരുന്നു, പെങ്ങള് 70ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാണ്. 3 പെൺമക്കളും മാറി നിന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് ഖബറടക്കണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ കഫം പൊതിയണേ. മക്കൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാനുൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, ആരാ പടച്ചവനെ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ? പടച്ചവനെ, സൽമാൻ തങ്ങൾ ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ആ രംഗമങ്ങ് കണ്ടപ്പോ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, മുത്തുനബി പറഞ്ഞത് സത്യമാ, മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണത്തിനുള്ള ആഗ്രഹം കളയണേ, അത് പരീക്ഷണ വസ്തുവാണ് വാപ്പാ. അല്ലാഹുവിന് ഇഷ്ടം കൂടിയിട്ട് നിനക്ക് തന്നതല്ല. ചിലപ്പോ നിനക്ക് തോന്നാറുണ്ട്, നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ ഈമാൻ കണ്ടിട്ട്, നിന്റെ കുടുംബമുഖം കണ്ടിട്ട് അല്ലാഹു തന്നതാണെന്ന് തോന്നരുത്. അതൊരു പരീക്ഷണ വസ്തുവാണ്, അതൊരു പരീക്ഷണ വസ്തുവാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നെ
പരീക്ഷിക്കാരാ. അതുകൊണ്ട് പണം ഒരുപാട് കിട്ടുന്നത് നല്ലതാണെന്ന് കരുതരുത്. പടച്ചവരെ, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ടാണെന്നറിയുമോ? പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പ്രവാചകന് സുലൈമാൻ നബിയാ. ഏറ്റവും വലിയ സമ്പന്നന് സുലൈമാൻ നബിയാ. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. അതാ അബൂബക്കർ തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത്. ആ സ്വഹാബികളിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ പോകുന്ന സ്വഹാബിയതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാ. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നബി തങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാലേ പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത് നബി തങ്ങൾ പറയുകയാണ്, പ്രായമായവർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. ഒരാൾക്കും കൊടുക്കൂല. അലമാരിയുടെ താക്കോല് അരയിൽ കെട്ടി നടക്കുന്ന വാപ്പമാരുണ്ട്. സ്വന്തം മക്കൾക്ക് കൊടുക്കൂല, ഭാര്യമാർക്ക് കൊടുക്കൂല, എന്നാ സ്വന്തം തിന്നുകയുമില്ല. പടച്ചവനെ അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ നബി തങ്ങൾ പറയുന്നു, പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹം സമ്പത്തിനോടുള്ള ആർത്തിയാ. 2, അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. 99 വയസ്സുവരെ ജീവിച്ചവനും പിന്നെയും ആഗ്രഹമാണ് ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചു, എന്നിട്ടും പറയുകയാ കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. മരിക്കാൻ താല്പര്യമില്ല, മരണത്തെ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പടച്ചവനെ, മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല. കാരണം നമ്മൾ വെറുക്കുകയാണ്, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ഖാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് വരും ബാപ്പാ. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങളെ. കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ് പോലും മുണ്ടാതെ പിന്താതെ ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാ ഇതുപോലെ മരിച്ചു പോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? ഇതുപോലെ മരിച്ച് ഖബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടപ്പുറപ്പുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധിപ്പിക്കാനുള്ളതാണ്.
ആഗ്രഹങ്ങളും മോഹങ്ങളും എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിപ്പിക്കണം. അല്ലാതെ ഇവിടെ കടന്ന് അതൊന്നും ആഗ്രഹങ്ങളൊന്നും സബലീകരിക്കാതെ നഷ്ടവാളിയെ പോലെ നാണം കെട്ട് മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തൗബ ചെയ്തിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങൾ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ.